ഈ കഥകളുടെ ലോകത്ത് വന്ന് കുറേ കഥകളൊക്കെ പറയുകയും കുറേ ആൾക്കാരുടെ ഓഫ് കോഴ്സ് നമ്മൾ കഥ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു കഥ ഇങ്ങോട്ടും പറയാനൊക്കെ ഉണ്ടാവും വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ. ഇതൊക്കെ കല്യാണിയുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ ആസ് എ ഹ്യൂമൻ ബീയിങ്? ആ ഞാന് ഇപ്പം കുട്ടികളുടെ സെഷൻസിലായാലും ഓരോന്നിലും ഞാനും കുറേയൊക്കെ പഠിക്കും. ഓരോ കഥ അവര് പറയുന്ന കാര്യങ്ങളിൽ നോക്കി അവര് ഈ ചെയ്യുമ്പം ചിലപ്പോൾ തെറ്റും, പിന്നെയും ചെയ്യും, പിന്നെയും തെറ്റും. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഇട്ടിട്ട് പോവും. പക്ഷെ അവർ പിന്നെയും അത് ട്രൈ ചെയ്ത് അവരിങ്ങനെ ശ്രമിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഇങ്ങനെയാണ്. പിന്നെ ആ ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റും. ഒരു അവ പല സെഷനീന്നും ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അമ്മത്തൊട്ടിലിൽ കഥ പറയാൻ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതെനിക്ക് ഒരു ഭയങ്കര സന്തോഷം കിട്ടിയൊരു കാരണം ആ കുട്ടികളുടെ മനസ്സ് എൻ്റെ മനസ്സ് നിറഞ്ഞു അന്ന് ആ കുട്ടികൾക്ക് കഥ പറഞ്ഞ് കൊടുത്തപ്പോൾ. അവരുടെ ചെറിയ കാര്യങ്ങളിൽ വരെ അവരുടെ സന്തോഷം. നമ്മളിപ്പോൾ എന്തെങ്കിലും അത് കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്ത് ഒന്നും നോ ഒന്നും ഇപ്പം ഞാൻ വിചാരിക്കും ഇപ്പം എൻ്റെ മോനാണെങ്കിൽ തന്നെ ലഡ്ഡും ജിലേബിയും വെച്ച് ചിലപ്പോൾ രണ്ടും കഴിക്കില്ല. എനിക്ക് ലഡ്ഡും ജിലേബിയും ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ അവിടെ എല്ലാവരും എല്ലാം കഴിച്ചു. എന്നിട്ട് അത് വേണ്ടാന്നൊന്നും പറയണില്ല. അപ്പം ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പ്ലാവിലെ തൊപ്പിയൊക്കെ ഉണ്ടാക്കി അവർ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അവിടെ വന്ന് കഥ പറയാനായിട്ട് എനിക്ക് അറിയാൻ പറ്റി അവരുടെ ഉള്ളിലെ ആ സന്തോഷം. എനിക്കിങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു. അന്ന് ഓണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയ ഉടുപ്പ്. അതിൽ പല ചെറിയ കുട്ടികളും വന്ന് എൻ്റെ അടുത്ത് കണ്ടോ എൻ്റെ പുതിയ പാൻറ്റാണ്, ഇന്നെനിക്ക് പാൻറ്റാണ് കിട്ടിയതെന്ന് കഴിഞ്ഞാൽ അവരാ ഒരു പാൻറ്റിന് അത്രയും എത്ര ഇതായിരുന്നു ശരിക്കും. അപ്പം ഞാനിപ്പം എല്ലാ വർഷവും അവിടെ ഒരു സെഷൻ ചെയ്യാനായിട്ട് ഇപ്പം ശ്രമിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ അവിടെ ഒരു കാരണം അത് ഭയങ്കര എനിക്ക് തന്നെ ഇങ്ങനെ എന്നെ തന്നെ ഒന്ന് ചിന്തിപ്പിച്ച കുറേ കാര്യങ്ങൾ അന്ന് അവിടെ സംഭവിച്ചു. അപ്പം എനിക്കത് ഭയങ്കര എൻ്റെ മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്നൊരു സെഷനാണ് അത്. നമ്മൾ എങ്ങനെയാണ് ആ വാല്യൂ, ആ ഹാപ്പിനെസ് അതൊക്കെ നമ്മൾ എത്ര കിട്ടിയാലും ചിലപ്പോൾ സന്തോഷിക്കുന്നില്ലേ എന്നൊക്കെ ശരിക്കും. അല്ലെങ്കിൽ ഇപ്പം കുട്ടികളാണെങ്കിലും എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തി അടുത്തതിലോട്ട് പോകുന്നു. ചിലപ്പോൾ അവരും അങ്ങനെ പോവായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ ദിവസം എനിക്കതൊരു ഭയങ്കര എന്താ മനസ്സ് നിറഞ്ഞ സെഷനായിരുന്നു അത്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ സന്തോഷമാണല്ലോ തിരയുന്നത്. നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇത് വാങ്ങിയാൽ എനിക്ക് സന്തോഷം കിട്ടും, ചിലർ വിചാരിക്കും ഇത് ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടും, ചിലർ വിചാരിക്കും ഇത് അച്ചീവ് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുക. എനിക്ക് പല സമയത്തും തോന്നാറുണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ല് എന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കഥ കേൾക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേര് കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി ഗോസിപ്പ്, എന്താണെങ്കിലും നമ്മൾ സംസാരിക്കുകയാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ. നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിറകിൽ ഓടുകയാണ്, നമ്മളെന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും തിരിച്ചു വരുന്നതിലാണ് ആ സന്തോഷം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അപ്പം അത് ബാക്കിയുള്ളവരുടെ കയ്യിലോട്ട് കൊടുക്കരുത്. നമ്മൾ സന്തോഷിക്കേണ്ട ബാക്കിയുള്ളവരൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടാനോ ഒക്കെ പോയാൽ നമുക്ക് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഒരു ശീലമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. ലൈഫ് സിമ്പിളായിട്ട് കാണണം. നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. നമ്മൾ ലൈഫിനെ സിമ്പിളായിട്ട് കണ്ടാൽ അതത്രേ ഉള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ബാക്കി ഉള്ളവരുടെ നമ്മൾ സന്തോഷിക്കാൻ എന്താ പറയുക, സന്തോഷിക്കാൻ ശ്രമിച്ചാൽ മതി. ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ ഇരുന്നാൽ സന്തോഷിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നിട്ടും ഇനി അടുത്തതെന്തെന്നും കഴിഞ്ഞു പോയതിനെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്കൊട്ടും ആ നിമിഷത്തിൽ ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, എന്ത് രസമാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അതവിടെ ഇരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് അയ്യോ നാളെ ഇനി അതൊക്കെ ചെയ്യണമല്ലോ, ഇനി വീട്ടിൽ പോയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചാൽ അത് നമുക്കൊരു ആങ്സൈറ്റി ആയി. അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ള അതാണ്, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അത്
ബാക്കിയുള്ളവർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം.